വീണ്ടും വാർത്തകളിലേക്ക്. കലുങ്ക സംവാദത്തിനിടെ സുരേഷ് ഗോപി അപേക്ഷ നിരസിച്ച ആനന്ദവല്ലിക്ക് കരുവന്നൂർ ബാങ്ക് 10,000 രൂപ മടക്കി നൽകി. 1,75,000 രൂപയാണ് ആനന്ദവല്ലിക്ക് കരുവന്നൂർ ബാങ്ക് നൽകാനുള്ളത്. ജെയ്സൺ ചാമവളപ്പിൽ നൽകും വിശദാംശങ്ങൾ. ജെയ്സൺ, കൊച്ചുവേലായുധന് വീടൊരുങ്ങുന്ന സമയത്ത് പറഞ്ഞത് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു അന്ന് അങ്ങനെ പെരുമാറിയത് കൊണ്ടാണ് പാർട്ടി ഇടപെട്ടത് എന്നുള്ളത്. ഇനിയിപ്പോൾ ആനന്ദവല്ലിയുടെ കാര്യത്തിലും അങ്ങനെ പറയുമോ എന്നുള്ളത് കൂടിയുണ്ട്. എന്തായാലും ബാങ്ക് മടക്കി നൽകിയത് 10,000 രൂപ മാത്രമാണ്. 1,70,000 രൂപയാണ് ആനന്ദവല്ലിക്ക് ബാങ്ക് നൽകാനുള്ളത്. അതിന്റെ കാര്യത്തിൽ എന്താണ് തീരുമാനം? ശ്രുതി, അത് തന്നെയാണ്. സുരേഷ് ഗോപിയുടെ വാക്കുകൾ ശരിയാകുന്നു എന്ന് വേണം നമുക്ക് ഒരു രീതിയിൽ വ്യാഖ്യാനിക്കാം. കാരണം സുരേഷ് ഗോപി എവിടെ നിരസിക്കുന്നു അപ്പോൾ മാത്രമേ സഹായം ലഭിക്കൂ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇതുവരെയുള്ള അനുഭവങ്ങൾ വെച്ചാണ് പറയുന്നത്. സുരേഷ് ഗോപി നേരത്തെ ഒരു വീട് കൊച്ചുവേലായുധന് ആ അപേക്ഷ വാങ്ങിയില്ല, അവർ വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞു. ഇപ്പോൾ 1.25 ലക്ഷം രൂപയ്ക്ക് വേണ്ടി വർഷങ്ങളായി കരുവന്നൂർ വിഷയമുണ്ടായി ഇതുവരെയായി പണത്തിന് വേണ്ടി ആനന്ദവല്ലി നിരന്തരമായി കരുവന്നൂർ ബാങ്കിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. നിരന്തരമായ അപേക്ഷകളും ആ ബാങ്കിൽ കയറിയിരുന്ന ആനന്ദവല്ലിക്ക് പക്ഷേ പെട്ടെന്ന് തന്നെ 10,000 രൂപ കൊടുക്കാൻ തീരുമാനിച്ചു. അത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വിഷയം സുരേഷ് ഗോപി അത് നിരസിച്ച പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ 10,000 രൂപ തിടുക്കത്തിൽ CPM പ്രവർത്തകർ നേരെ കരുവന്നൂർ ബാങ്കിലേക്ക് കൊണ്ടുപോയി ആ 10,000 രൂപ കൊടുത്ത് ആനന്ദവല്ലിക്ക് നൽകിയിരിക്കുന്നു. പക്ഷേ ഇന്നലെ നമ്മോട് പറഞ്ഞത് 1.25 ലക്ഷത്തിന് വേണ്ടി വർഷങ്ങളായിട്ട് കയറിയിറങ്ങുകയാണ്, ഇതുവരെ ലഭിച്ചിട്ടില്ല. 10,000 രൂപ ഇപ്പോൾ സുരേഷ് ഗോപി മായി ഉണ്ടായ സംവാദത്തിന്റെ പശ്ചാത്തലത്തിൽ സുരേഷ് ഗോപി അപമാനിക്കുന്ന രീതി അല്ലെങ്കിൽ പരിഹസിക്കുന്ന രീതിയിൽ സംസാരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ CPM ഇടപെട്ടുകൊണ്ട് 10,000 രൂപ നൽകിയിരിക്കുന്നു. നാളെയും കലുങ്ക് സംവാദമുണ്ട്, മറ്റന്നാളും കലുങ്ക് സംവാദമുണ്ട്. ഇത്തരം സംവാദങ്ങളിൽ വരുമ്പോൾ കൂടുതൽ സഹായം നൽകുമോ എന്നതാണ് BJP പ്രവർത്തകരും BJP നേതാക്കളും ചോദിക്കുന്നത്. സുരേഷ് ഗോപി നിരസിച്ചാൽ മാത്രം സഹായം നൽകുന്ന സ്ഥിതിയിലേക്കാണോ കാര്യങ്ങൾ എത്തിച്ചേർന്നത് എന്നാണ് പ്രധാനമായി ഉയരുന്ന ചോദ്യം. വ്യക്തമാണ്. ജെയ്സൺ ചാമവളപ്പിലാണ് വിശദാംശങ്ങൾ നൽകിയത്.